കേരളത്തെ പോർട്ട് സിറ്റിയാക്കാനുള്ള പദ്ധതിയുമായി സതീശൻ സർക്കാർ. എന്താണ് സംസ്ഥാനത്തിന്റെ ഭാവി മാറ്റുമെന്ന് പറയുന്ന ബ്ലൂ ഇക്കോണമി? നമസ്കാരം, ഞാൻ ജാസ്മിൻ. കേരളത്തിന്റെ വികസന ദിശ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു വലിയ കാഴ്ചപ്പാടാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്റെ ആദ്യ ബജറ്റിലൂടെ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തെ ഒരു പോർട്ട് സിറ്റിയാക്കി മാറ്റുകയും സമുദ്ര കേന്ദ്രീകൃതമായ ബ്ലൂ ഇക്കണോമി അഥവാ സമുദ്ര സമ്പദ് വ്യവസ്ഥയുടെ കേന്ദ്രമാക്കുകയും ചെയ്യുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. 600 മീറ്ററിലധികം നീളുന്ന തീരപ്രദേശം, വിഴിഞ്ഞവും കൊച്ചിയും ഉൾപ്പെടെയുള്ള തുറമുഖങ്ങൾ, ഉൾനാടൻ ജലപാതകൾ, മത്സ്യസമ്പത്ത്, കടൽ വ്യാപാരം എന്നിവയെല്ലാം ഏകോപിപ്പിച്ച് ഒരു പുതിയ സാമ്പത്തിക മാതൃക രൂപപ്പെടുത്തുകയാണ് ലക്ഷ്യം. ഇതിനായി മിഷൻ സമുദ്ര എന്ന പദ്ധതിയിലൂടെ 400 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. കടലും തീരദേശവും നൽകുന്ന വിഭവങ്ങളെ പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കാതെ സുസ്ഥിരമായി ഉപയോഗപ്പെടുത്തി സാമ്പത്തിക വളർച്ചയും തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്ന മാതൃകയാണ് ബ്ലൂ ഇക്കണോമി. പരമ്പരാഗത മത്സ്യസമ്പത്തിൽ മാത്രം ഒതുങ്ങാതെ തുറമുഖ വികസനം, കപ്പൽ നിർമ്മാണം, സമുദ്ര ടൂറിസം, സമുദ്ര ഗവേഷണം, അക്വാകൾച്ചർ, കടലിൽ നിന്നുള്ള പുനരുപയോഗ ഊർജ്ജോൽപാദനം, ചരക്ക് നീക്കം എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമാണ്. ലോകത്തിലെ പല തീരദേശ രാജ്യങ്ങളും ഇന്ന് ഈ മാതൃകയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നതും. സംസ്ഥാനത്തിന്റെ സമുദ്ര കേന്ദ്രീകൃത വികസന പദ്ധതിയുടെ നിർണായക കേന്ദ്രം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമാണ്. വിഴിഞ്ഞം കേന്ദ്രീകരിച്ചുള്ള പുതിയ വികസന കാഴ്ചപ്പാടിന്റെ ഭാഗമായി ബാലരാമപുരം വിഴിഞ്ഞം ഭൂഗർഭ റെയിൽ പദ്ധതി, വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ്, തുറമുഖത്ത് പുതിയ ചരക്ക് സംഭരണ കേന്ദ്രങ്ങൾ, ഡ്രൈ പോർട്ടുകൾ, സ്റ്റഫിംഗ് സെന്ററുകൾ എന്നിവ വേഗത്തിൽ സാധ്യമാക്കാനാണ് സർക്കാർ പദ്ധതിയിട്ടിരിക്കുന്നത്. ഇതിലൂടെ തുറമുഖവുമായി ബന്ധപ്പെട്ട ചരക്ക് നീക്കം കൂടുതൽ കാര്യക്ഷമമാക്കാനും സംസ്ഥാനത്തിന്റെ വ്യാപാര സാധ്യതകൾ വർദ്ധിപ്പിക്കാനുമാണ് സർക്കാരിന്റെ നീക്കം. ആഗോള ഷിപ്പിംഗ് മേഖല പരിസ്ഥിതി സൗഹൃദ ഇന്ധനങ്ങളിലേക്ക് മാറുന്ന സാഹചര്യത്തിൽ ഗ്രീൻ ബങ്കറിംഗ് സേവനം നൽകുന്ന ഇന്ത്യയിലെ ആദ്യ തുറമുഖമായി വിഴിഞ്ഞത്തെ വികസിപ്പിക്കാനും പദ്ധതിയുണ്ട്. അതിനൊപ്പം കപ്പൽ നിർമ്മാണവും അറ്റകുറ്റപ്പണിയും നടത്തുന്ന പ്രത്യേക കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനും സർക്കാർ ആലോചിക്കുന്നു. ഇതിലൂടെ വൻതോതിൽ വിദേശ നിക്ഷേപവും സാങ്കേതിക വിദ്യയും കേരളത്തിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പദ്ധതിയുടെ പ്രധാന പ്രത്യേകതകളിലൊന്ന് തീരദേശ ജനവിഭാഗങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യമാണ്. പുതിയ മാരിടൈം വ്യവസായങ്ങളിലും അനുബന്ധ മേഖലകളിലും തീരദേശവാസികൾക്ക് തൊഴിൽ സംവരണം നൽകുമെന്ന് ബജറ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മത്സ്യബന്ധന മേഖലയിലെ ആധുനികവൽക്കരണം, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം, സമുദ്ര ഭക്ഷ്യ സംസ്കരണം തുടങ്ങിയ മേഖലകളിലും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ബ്ലൂ ഇക്കണോമിയുടെ ഭാഗമായി കടലിലെ കാറ്റും തിരമാലകളും ഉപയോഗിച്ചുള്ള വൈദ്യുതി ഉൽപാദന സാധ്യതകളും സർക്കാർ പരിഗണിക്കുന്നു. അതേസമയം ചരക്ക് നീക്കത്തിന്റെ ഒരു വലിയ പങ്ക് റോഡുകളിൽ നിന്ന് ജലപാതകളിലേക്കും തുറമുഖങ്ങളിലേക്കും മാറ്റാനായാൽ ഗതാഗതക്കുരുക്കും മലിനീകരണവും കുറയ്ക്കാൻ കഴിയും. ഇത് സംസ്ഥാനത്തിന്റെ ലോജിസ്റ്റിക് ചെലവും കുറയ്ക്കും. ഇത്തരത്തിൽ ബ്ലൂ ഇക്കോണമി എന്ന ദീർഘവീക്ഷണത്തിലൂടെ കേരളത്തിന്റെ സാമ്പത്തിക ഭാവിയിലേക്ക് പുതിയ പരീക്ഷണം നടത്താനുള്ള നീക്കമാണ് സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്നത്. IT, സേവന മേഖലകൾ എന്നിവയ്ക്കപ്പുറം കടലിനെ ആസ്പദമാക്കിയുള്ള ഒരു പുതിയ സാമ്പത്തിക മാതൃകയിലേക്കാണ് അങ്ങനെ കേരളം ചുവടുവെക്കാൻ പോകുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യതകൾ പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ കേരളത്തെ ദക്ഷിണേഷ്യയിലെ പ്രധാന മാരിടൈം കേന്ദ്രങ്ങളിലൊന്നാക്കി മാറ്റാനാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ബ്ലൂ ഇക്കണോമി വിജയകരമായി നടപ്പിലാക്കുമോ എന്നത് കാലം തെളിയിക്കേണ്ടതാണെങ്കിലും കേരളത്തിന്റെ സാമ്പത്തിക വികസന ചരിത്രത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴിതുറക്കുന്ന പ്രഖ്യാപനമാണിത്. അത് യാഥാർത്ഥ്യമായാൽ സംസ്ഥാനത്തിന് ആഗോള സമുദ്ര വ്യാപാര രംഗത്ത് ശ്രദ്ധേയ നേട്ടങ്ങൾ കൊയ്യാനാകും. വാർത്തയുടെ നിറം തേടി തനിനിറം.